പണ്ട് 9-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിലെ കുന്നത്തുനാട് താലൂക്കിൽ കടമറ്റം എന്ന ദേശത്ത് ഒരു ദരിദ്ര കുടുംബത്തിൽ ഒരു ചെറ്റക്കുടിലിൽ ഒരു ആൺകുഞ്ഞ് പിറന്നു. ഉലഹന്നാൻ, ഏലിയാമ്മ എന്നിവരായിരുന്നു ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ. കാരുണ്യവാനായ കർത്താവ് തനിക്കൊരു ആൺകുഞ്ഞിനെ സമ്മാനിച്ചതിൽ ഉലഹന്നാൻ വളരെയധികം സന്തോഷിച്ചു. എന്നാൽ 2 വയറുകൾ നിറയ്ക്കാൻ തന്നെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിരുന്നു. ഇതിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നപ്പോൾ അതിൻ്റെ ദുഃഖം വേറെയായിരുന്നു. കുഞ്ഞു ജനിച്ചതിൽ ഒരു സൈഡിൽ സന്തോഷവും മറ്റൊരു സൈഡിൽ ദാരിദ്ര്യവും നിലനിന്നു. എന്നാൽ ഏലിയാമ്മ പറഞ്ഞു, കർത്താവ് നമുക്കൊരു വഴി കാണിച്ചു തരും. ഏലിയാമ്മ നിർബന്ധിച്ച് കുഞ്ഞിനെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. ഏലിയ കുഞ്ഞെ, നമുക്ക് ഇവന് പൗലോസ് എന്ന് പേരിടാം എന്ന് തീരുമാനിച്ചു. കുഞ്ഞു പൗലോസ് മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യം കിട്ടി വളർന്നു. വിനയവും നല്ല സ്നേഹവുമുള്ള പെരുമാറ്റവും കൊണ്ട് നാട്ടുകാർക്ക് ഇവനെ വളരെയധികം ഇഷ്ടമായിരുന്നു. നാട്ടുകാർ വാത്സല്യപൂർവ്വം അവനെ കൊച്ചു പൗലോസ് എന്ന് വിളിച്ചു. എന്നാൽ ഒരുപാട് നീണ്ടു പോകാതെ തന്നെ വിധി ആ കുടുംബത്തെ വേർപെടുത്തി. കുഞ്ഞു പൗലോസിൻ്റെ അച്ഛനമ്മമാർ മരണപ്പെട്ടു. പൗലോസ് അനാഥനായി. ദരിദ്രർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അന്നത്തെ കാലത്ത് വകയില്ലായിരുന്നു. അതിനാൽ തന്നെ പൗലോസിനെ സംരക്ഷിക്കാൻ നാട്ടുകാർ ആരും മുന്നോട്ട് വന്നിരുന്നില്ല. ആ വീട്ടിൽ പൗലോസ് തനിച്ചായിരുന്നു. പട്ടിണിയും ഏകാന്തതയും കാരണം അവന് വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അവൻ ആ വീട് വിട്ടിറങ്ങി അടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും നിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ഇനി ആരുമില്ല. എൻ്റെ കഷ്ടപ്പാട് നീ കാണുന്നില്ലേ? എൻ്റെ വിശപ്പിനും വേദനയ്ക്കും നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണമേ. കർത്താവിനെ ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നത് യാദൃശ്ചികമായി പള്ളിയുടെ കത്തനാർ കാണുകയുണ്ടായി. ആ കത്തനാർ ഇവനെ കണ്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു, നല്ല ചൈതന്യമുള്ള മുഖം, പക്ഷേ അവൻ വല്ലാതെ അവശനാണെന്ന് തോന്നുന്നു. ഈ പ്രായത്തിൽ ഇത്രയും കരഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തായിരിക്കും കാരണം? മകനേ, നീ കരയാതിരിക്കൂ. പറയൂ, എന്താണ് നിനക്ക് സംഭവിച്ചത്? അവൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒറ്റയ്ക്കാക്കി യേശുവിൻ്റെ അടുത്തേക്ക് പോയി. ഈ ഭൂമിയിൽ എനിക്കിനി ആരുമില്ല. എനിക്ക് വിശക്കുന്നു. അച്ഛൻ പറഞ്ഞു, മകനെ, ദൈവഹിതം തടയാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. പക്ഷേ നീ അനാഥനാണെന്നുള്ള വിചാരം കളയുക. നീ എൻ്റെയോടൊപ്പം പോന്നോളൂ. നിന്നെ ഞാൻ ഇവിടെ സംരക്ഷിച്ചു കൊള്ളാം. അങ്ങനെ കടമറ്റത്ത് കത്തനാർ ആ പള്ളിയിലെ കത്തനാരോടൊപ്പം ചേരുകയുണ്ടായി. ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. തുടർച്ചയായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പണ്ട്